അർജൻറ്റായിട്ട് നാട്ടിലേക്ക് പോവാണ്. ആദ്യം ഡൽഹി പോകണം. ഡൽഹിക്ക് ഈക്കോ വണ്ടിയിലാണ് പോയി 3 മണിക്കൂർ യാത്ര ഉണ്ട്. 10 ആൾക്കാരായാലേ വണ്ടി എടുക്കുള്ളൂ. ബസ്സൊക്കെ ഉണ്ടാകും, പക്ഷേ ബസ് നേരെ ഈക്കോയിൽ പോവാണ്. അതായത് ഈക്കോ എടുക്കാൻ നേരത്തെ ചെങ്ങനെ പറഞ്ഞേച്ച് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് നേരം ബ്ലോക്കിലെത്തി. ബ്ലോക്ക് ഇതാ ഒരു ഓട്ടോറിക്ഷക്കാർ നിർത്തിയിട്ട് പോയതാണ്. പോലീസുകാരനൊക്കെ ഇടപെട്ട് അതൊക്കെ മാറ്റി. എന്താ വണ്ടി പിന്നെ CNG അടിക്കാൻ മുമ്പ് കയറ്റി ആ സമയം കൊണ്ട് വെള്ളം കുടിക്കേണ്ടവർക്ക് വെള്ളം കുടിക്കുക, കരിമ്പ് ജ്യൂസ് വേണ്ടവർക്ക് അത്, ഇനി ഫുഡ് വേണ്ടവർക്ക് അത്. ഞാൻ 30 രൂപ കൊടുത്ത് 250 വെജ് ബിരിയാണി കഴിച്ച് അങ്ങനെ വണ്ടി ഞാനൊക്കെ ഫുള്ളാക്കി പമ്പിനോട് വിടാം. നേരെ മുന്നത്തെ ഫാമിലി കരയായിട്ട് എന്തോ ബാഗിൽ നിന്ന് എടുക്കണം കണ്ടപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ റൊട്ടിയാണ്. മക്കൾക്ക് സന്തോഷം, ഇവരെ കഴിക്കട്ടെ. അങ്ങനത്തെ എക്സ്പ്രസ് അയ്യാമ്പോൾ കൂടെ ടോളൊക്കെ വെട്ടിച്ച് റോങ് സൈഡ് കയറി ആശാൻ പോകുന്നുണ്ട്. ഇടയ്ക്ക് ട്രെയിനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ട്രെയിൻ മിസ്സായ കഴിഞ്ഞ കഥ. ജസ്റ്റ് ടൈമാണ്. അങ്ങനത്തെ ആനന്ദി വിഹാറിൽ ഇറങ്ങി ഹോട്ടൽ എക്സലേറ്ററൊക്കെ കയറി നേരെ മെട്രോ കയറി ഡൽഹിക്ക് പോകണം. നോക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക്. ടിക്കറ്റ് എടുക്കുന്ന തിരക്ക്. ഇവിടെ മെഷീൻ കേട്. എന്ത് ചെയ്യാൻ? അവസാനം ടിക്കറ്റ് കിട്ടി. ഉള്ളിൽ കയറുമ്പോൾ ടിക്കറ്റ് ആണെങ്കിൽ വർക്ക് ആവണില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു കളി കളിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവസാനം അപ്പുറത്തോട്ട് അയാൾ കയറ്റി വിട്ട് അതൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഒരു പറയണ 1 അല്ല 4 അപ്പോൾ 1 ഇറങ്ങി ഞാൻ 4 വേറെ തിരിച്ച് വണ്ടി കയറി. സമയമില്ലാത്ത സമയത്ത് എങ്ങനെയാണല്ലോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ അവസാനം നിസാമുദ്ദീൻ എത്തിയപ്പം ട്രെയിൻ പോവുകയും ചെയ്ത്. പോയത് പോട്ടെ, ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അതാണ് കാര്യം. പുറത്തിറങ്ങി നല്ലൊരു മുസംബി ജ്യൂസ് കുടിച്ച് അപ്പോഴാണ് പുതിയ ഐഡിയ. മുംബൈക്ക് കയറിയാലോ. ഒന്നും നോക്കില്ല, മുംബൈക്ക് ട്രെയിനിൻ്റെ നേരെ മുംബൈയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് AC ആണ്, പക്ഷേ സീറ്റില്ല. ഫൈൻ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് എവിടെയെങ്കിലും ഇരിക്കുക, സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിൽക്കാനേ പരിപാടി. ഏതായാലും ഉള്ളിൽ കയറി നല്ല പഞ്ചാബിലാണെന്ന് തോന്നുന്നത്. നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്നും പാട്ടൊന്നും മനസ്സിലായില്ല. ഏതായാലും കുറച്ച് രാതൊക്കെ കണ്ട് കേട്ട് നിന്ന് അവൾക്ക് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അങ്ങനെ ഏതോ ഒരു സീറ്റ് കണ്ടപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്നു. ഒന്നും നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചായ വന്നപ്പോൾ നല്ലൊരു ചായ കുടിച്ച്, നല്ല സൂപ്പർ ചായ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൈര് വന്ന് നല്ല ദഹിയും കുടിച്ച് നല്ല മനസ്സൊക്കെ ആകെ സമാധാനി. ഞാൻ രാത്രി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി, എവിടെയെങ്കിലും ഒഴിവുണ്ടോ നോക്കിയിട്ട്. എവിടെ ഒഴിവില്ല, ഫുള്ളാണ്. ഏതായാലും രാത്രി ഫുള്ള് ഷോകാണ്. അങ്ങനെ ഏതായാലും വന്നാൽ തന്നെ തിരിച്ച് വന്ന് ഇരുന്ന് എൻ്റെ അടുത്തുള്ള ആൾ നല്ലൊരു മനുഷ്യന്, മൂപ്പര് പുതപ്പൊക്കെ തന്ന് സൈഡൊക്കെ നീങ്ങി തന്ന് AC പോലെ കടന്നു പോവാം. ഏതായാലും മൂപ്പർക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് പോയി ക്യാമറിൻ്റെ ലൈറ്റിൻ്റെ കടി വന്ന് കടന്നുറങ്ങിയപ്പോൾ പൈസ വെച്ച് ഓരോരുത്തർ ഇങ്ങനെ വരും. പക്ഷേ പൈസ കൊടുക്കുമല്ലോ, വെറുതാണ്. രാവിലെ എണീച്ച് നോക്കുമ്പോൾ നേരെ അപ്പുറത്തുള്ള ഷൂസൊക്കെ പോയിക്കണേ. AC-ലും കള്ളന്മാരാണ്. നല്ല കോമഡി തന്നെ. അങ്ങനത്തെ ട്രെയിൻ ഇറങ്ങി മുംബൈ ബാന്ദ്രയിൽ ഇറങ്ങി നേരെ ലോകനാട് ജില്ലയിലേക്ക് മെട്രോ കയറി പോകണം. അങ്ങനെ ഒടുവിൽ ലോകനാട് ജില്ലയിലെത്തി. നമുക്കുള്ള തിരുവനന്തപുരം പോകുന്ന ട്രെയിൻ ട്രാക്കിൽ 1ാം പ്ലാറ്റ്ഫോമിലുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ സമാധാനം, ഈ ട്രെയിൻ മിസ്സാവില്ലല്ലോ. അങ്ങനെ പുറത്ത് പോയിട്ട് നല്ലൊരു ചിക്കൻ താലിയൊക്കെ കഴിച്ച് വീണ്ടും ട്രെയിനിലേക്ക് വന്നപ്പം പൈസ വെച്ച് തരുന്ന ടീം വന്ന് തോണ്ടിയെങ്കിലും പൈസ ഒന്നും കൊടുത്തില്ല. നല്ല വർക്ക് ഉണ്ടായതുകൊണ്ട് ഒന്നും നോക്കില്ല, ഒറ്റ കടുത്ത നേരെ വന്ദേ ഭാരത് ഉണ്ടായതുകൊണ്ട് കാസർഗോഡ് ഞാൻ ഇതിലേക്ക് മാറി കയറി, അല്ലെങ്കിൽ മറ്റേ ട്രെയിൻ പിടിച്ചിടും. അങ്ങനെ ഫസ്റ്റ് ഡേ മിസ്സായ ട്രെയിൻ രാവിലെ 6 മണിക്കും ഞാൻ രാവിലെ 9 മണിക്കും കോഴിക്കോട് എത്തി. ഉസ്താദിൻ്റെ മോളെ കല്യാണം, അതിൻ്റെ വീഡിയോ കാണിച്ചിട്ട് അതിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്.